ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ വർക്ക് ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ വിക്ടോറിയ കോളേജിൽ അധ്യാപികയായിരുന്നു. ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഉണ്ടായ ഒരു സ്ഥലമാണ്. അതേ ജില്ല ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്. എന്താണ് ഇത് കൊടുക്കുന്ന സന്ദേശം? എവിടെ ആയാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയാണ്. ഞാൻ 10-30 വർഷത്തോളം ജോലി ചെയ്ത ഒരു ജില്ല കൂടിയാണത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടേക്ക് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് പറ്റുന്നതെല്ലാം എന്നെ അവർ ജയിപ്പിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലും വലിയ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണോ ഇത്? എന്താണ് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ ഓരോരുത്തർക്ക് ഓരോ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ചിലരൊക്കെ സംരക്ഷിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് ആ തിക്ത അനുഭവം ഉണ്ടായപ്പോൾ എന്നെ സംരക്ഷിച്ചത് BJP ആയിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം തന്നെ അവരെന്നെ കാണുകയും എനിക്ക് ഒരുപാട് വേദികളിൽ സംസാരിക്കാനുള്ള അവസരങ്ങളും ഒക്കെ ഉണ്ടാക്കി തന്നു. എനിക്ക് BJPയുടെ മെമ്പർഷിപ്പുണ്ട്. പിന്നെ ഞാനിപ്പോൾ സേവാഭാരതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള അനുഭവങ്ങളാണുള്ളത്. വിജയസാധ്യതയൊക്കെ എങ്ങനെ? തീർച്ചയായിട്ടും വിജയസാധ്യത ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം കേന്ദ്രം ഭരിക്കാൻ പോകുന്ന ഒരാളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളെ അല്ലേ ജയിപ്പിക്കേണ്ടത്? തീർച്ചയായിട്ടും. പിന്നെ നമ്മുടെ ഇവിടെ CPMൻ്റെ ആളെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആളെയോ ജയിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. നമുക്കറിയാവുന്നതാണ്, 60 കൊല്ലം ഭരിച്ചാണ് കോൺഗ്രസ്. ഇപ്പോഴും ദാരിദ്ര്യത്തിൽ തന്നെ കഴിയുന്നു. CPM കേരളത്തിനെ വീണ്ടും ഒരു പട്ടിണി പ്രദേശമാക്കി തീർക്കുകയാണ്. ജോലിക്കാർക്ക് ശമ്പളമില്ല, പാവങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പെൻഷനില്ല, ഒന്നുമില്ല. ഇവിടെ ഒന്നിനും കാശില്ല. എല്ലാത്തും നമ്മളെ പിഴിഞ്ഞ് കാശുണ്ടാക്കി അവർ നല്ലതായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ആൾക്കാരെ ജയിപ്പിച്ചിട്ട് എന്ത് നേട്ടം ഉണ്ടാകാനാണ്? വൈകിയെത്തുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പോൾ വൈകിപ്പോയി എന്നുള്ളത് സത്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് വേറെ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എങ്കിലും ബാക്കിയുള്ള സമയം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതായിരിക്കും. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ടീച്ചർ. വൈകിയാലും വിജയിച്ച് കയറാനാകുമെന്ന് ടീച്ചർ പ്രതീക്ഷിക്കുന്നു. റിപ്പോർട്ടർ ജെയ്സൺ, ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.